കാട്ടിക്ക എന്താ ഇങ്ങോട്ട് കാട്ടിക്ക ഞാൻ കൊടുത്തോണ്ട് ഇജ്ജ് പോയിങ്ങാണ്ടേ ചായ എടുത്തോടുന്നോ എന്നാ ഇതെത്തായ്മ ഉണ്ടാക്കി വെച്ചത് എരുവില്ല പുളിയില്ല ഇതാരാ ഉണ്ടാക്കി വെച്ചിക്കണേ ഇജ്ജിപ്പൊ ഞാൻ അതൊന്നും നോക്കണ്ട ഇജ്ജടുത്ത് തിന്നളാ അല്ല ഇപ്പൊ പൈസനെ എന്തെങ്കിലും തിന്നണ്ടേ എന്റെ ഭാര്യനെ ഉണ്ടാക്കിയേക്കണത് അല്ലാതെ ഇപ്പൊ ആരാ ഉണ്ടാക്കണത് പിന്നെ പെച്ചും തോന്നാനിട്ടൊന്നല്ല ഞാനിപ്പോ പറഞ്ഞങ്ങാണ്ട് ഒരു വർത്താനം ഉണ്ടാക്കേണ്ട ഇത് മുണ്ടാകുന്നതാണ്. മുട്ടിയെ ഇവിടെ വന്ന എത്തച്ചി ഉണ്ടാക്കി വെച്ചിക്കണേ എന്താ ഇതെന്താണ് എന്താ കുഴപ്പം ഞാൻ തിന്നല്ലോ ഇച്ചിരി കുഴപ്പം തോന്നിയില്ല. അനക്ക് എങ്ങനെ തോന്നാനാ എന്റെ പേരിൽ ഇതൊക്കെ തന്നെ ശീലം ഉപ്പും പുളിയില്ലാത്ത തിന്നല്ല ജീ വളർന്നിക്കണത് അത് എനക്ക് ശീലായി പിന്നെ എനക്ക് ഇത് എത്തുവാകാലോ റോളിലേക്ക് വെക്കാൻ പറ്റില്ലൊരു സാധനം ഇപ്പൊ തൽക്കാലേ ഈ പണി എടുക്കണ്ട വെച്ചുണ്ടാക്കണത് അത് ഉമ്മ എടുത്തോളും ഇപ്പൊ തൽക്കാലേക്ക് കജ്ജി കൊണ്ടോണം നിക്കണ്ട. ഇല്ല ഞാൻ ഇറങ്ങാണ് നിങ്ങക്ക് വരുമ്പത്തേനും കൊണ്ടുവരണോ? വേണ്ട ഇജ്ജ് പോയിക്കോ ഇജ്ജ് നേരത്തെ കാലത്ത് വേഗം എത്താൻ നോക്ക് പോയിക്കോ. അല്ല എന്റെ മുഖം ഏതോ ഒരു നേരം അങ്ങനെ വീർത്ത് കെട്ടിക്കൊണ്ട മുട്ടിയെ വെറുതെ അല്ല എന്നോട് ഓനൊന്നും മുണ്ടാനും പറയാനൊന്നും തോന്നാത്തത് മുണ്ടാത്തത് ഇറങ്ങിപ്പോയില്ലേ ഇതൊക്കെ തന്നെ കോലം. എന്താ ഒരു പത്രാസ് അറിയോ പറഞ്ഞത് പറ്റിയിലൊക്കെ ഇത്ര അഹങ്കാരം പിടിച്ചോൾക്ക് ഇതന്നെ വരിക അങ്ങനെ വേണം.
നിങ്ങൾ എവിടുക്കാ പോയെന്നത്? ഞാൻ എവിടുക്കാ പോണത് നമുക്ക് ഇതുവരെ അറിയില്ല മുട്ടിയെ. പറഞ്ഞല്ലേ അറിയുള്ളൂ. എന്താ മുട്ടി അനക്കൊരു അർത്ഥം വെച്ചൊരു വർത്താനം? എങ്ങനെ പറയാതെക്കും? നിങ്ങൾ വരുന്നതും പോണതും വല്ലതും ഞാൻ അറിയണ്ടോ? ഞാൻ നിങ്ങൾ പറയലുണ്ടോ? നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ ഉമ്മ മതിയല്ലോ, ഇമ്മ അറിഞ്ഞാ മതിയല്ലോ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിച്ചാ ഈ പോകുമ്പോഴേ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്നാ ഫോണൊക്കെ അടിച്ചു കൊടുക്കോ? അതുമില്ല. എന്നോടത്തിനാ പറയണത്? എനിക്ക് ഇഞ്ച കാര്യമൊക്കെ അറിയണതല്ലേ. ഓ, അതാണല്ലോ ഇപ്പൊ അതിന്റെ കണക്ക്. അല്ല, ഈ ഭർത്താക്കന്മാരെ എവിടെ പോണത് ഭാര്യമാരെ അറിയേണ്ട കാര്യമാണ്. ഓ, അത് മാത്രം ഇവിടെ അല്ല. അങ്ങനെ നിങ്ങളെ പറ്റി എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ഓ, എന്റെ റൊമാൻറ്റിക് ഇപ്പൊ സമരജ് മാറിക്ക. അല്ല, എവിടുത്തെ അവർക്ക് പടം കൊണ്ടുപോണത്? ഓന്റെ താങ്കട വെച്ചാ ഞാൻ നനച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ ചെയ്തോളാം. വേണ്ട അത് പറഞ്ഞില്ലേ? അവിടെ കൊണ്ട് വെച്ചാ ഞാൻ ചോദിക്കുണ്ടാവുമ്പോ തിരുമ്പിട്ടോണ്ട് ഒരു ഞാനത് ചെയ്ത് കൊടുത്തെങ്കിൽ ഓന് ഇഷ്ടാകുള്ളൂ. ഇത്രയും കാലം ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ട് നടന്നിക്കണത്. ജണ്ടത് തിരുമ്പിക്കോ. സുബൈദ, എനക്ക് എന്റെ ഇഞ്ചി കാര്യം നോക്കിയാ പോരെ? ഓന്റെ കാര്യം നോക്കാൻ ഓളെ കെട്ടിക്കൊടുക്കണേ തൽക്കാലേക്ക് ഇടപെടണ്ട. ഒരു വൃത്തിയും വെടിപ്പൂന്ന് പറഞ്ഞ സാധനല്ല. പിന്നെ മോലോടി വെട്ടാത്ത സൈസാന്ന് ആര് കണ്ടു? ആർക്കേ പൊതു വല്ലോ നിച്ചുള്ളത്? എത്തൊക്കെ പറഞ്ഞാലും ഇജ്ജിപ്പ ഈ ചേച്ചീനെ എടുക്കണൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓളും ചെയ്തോളും. ഇജ്ജും വന്ന് കേറിയപ്പോ ഇതേപോലെ തന്നെയാന്നല്ലേ? ഓ, ഈ മനസ്സന്റെ ഒരു കാര്യം. അതെ, ഉമ്മക്ക് രണ്ടാക്കും ആകെ ഒരു മകനല്ലേ ഉള്ളൂ. അതിന്റെ ഭാവിയെ നോക്കേണ്ടത് ഞാനാണ്. അതിനെ എങ്ങനെയെങ്കിലും ഒന്നും വിടാൻ പറ്റൂല. അറിയോ നിങ്ങക്ക്? എത്തെങ്കിലൊക്കെ തിന്നാൻ കൊടുക്കുക, എത്തെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാൻ കൊടുക്കുക, എവിടേക്കെങ്കിലൊക്കെ പറഞ്ഞയക്കുക, പോകുക, വരിക. ഇതൊന്നും ഞാൻ ഇഞ്ച കുട്ടീനെ ശീലിപ്പിച്ചിട്ടില്ല. അതിപ്പോ നിങ്ങൾക്ക് അറിയണ കാര്യല്ലേ. ഇനിയിപ്പോ ഒരു ഭാര്യ വന്നിക്കണെന്ന് കരുതിങ്ങാണ്ട് ഒക്കെ വിട്ടുകൊടുക്കേ. അതിനൊന്നും സുബൈദാനെ കിട്ടൂല. ഇഞ്ച കുട്ടീനെ ഞാൻ തന്നെ നോക്കും. അത് ഇതുവരെ അങ്ങനെ തന്നെ, ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ കാരം. മനസ്സിലായോ? എന്നാ പിന്നെ ഞാനെത്തും പറയണില്ല. എനക്ക് ഇതിനൊക്കെ പകരേ നന്നാക്കി കിട്ടുമ്പോ കാണാം. ഞാൻ കണ്ടോളാം. ഇഞ്ച ശീലങ്ങളൊന്നും മാറ്റാൻ ഇഞ്ഞെക്കൊണ്ട് പറ്റൂല. ഹലോ, എന്തൊക്കെ മോളെ വർത്താനം? നോക്കി എന്താ അത് നമുക്ക് പേര വരെ ഒന്ന് പോണം. പേരേക്കോ? എത്ര പേര് പെട്ടെന്നൊരു പേരേക്ക് നോക്ക്. അത് ഇപ്പൊ ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. കോഴ്സോ? അതിപ്പോ ഇപ്പൊ ഒരു കോഴ്സ് നോക്ക്. അല്ലാതപ്പോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? വെറുതെ ഇരിക്കേ? അപ്പൊ അവിടെ പണിയൊന്നുമില്ല നമുക്ക്? പണി നിങ്ങളെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യിച്ചത് നിങ്ങളെ ഇമ്മല്ലേ. എനിക്ക് എന്താ പണി? എനിക്കിവിടെ റോളും ഇല്ലല്ലോ. ഞാനെന്തായാലേ ഇമ്മാനോടൊന്ന് ചോദിച്ചോട്ടെ. എന്തൊരു കഷ്ട അത്. എല്ലാത്തിനും ഇമ്മ ഇമ്മ ഇമ്മ. ഇങ്ങക്ക് സ്വന്തമായിട്ട് തീരുമാനമല്ലേ? കുമ്മുട്ടിയെ, ഇജ്ജ് വെറുതെ ബാസിച്ചാ നിക്കണ്ട. ഞാൻ ജനിച്ചതുവരെ എന്റെ കാര്യങ്ങളെല്ലാം ഇഞ്ച അമ്മയെ നോക്കിയത്. ഞാൻ എല്ലാ കാര്യം ചെമ്മാക്ക് വിട്ടുകൊടുത്താണ്. ഇജ്ജ് വെറുതെ ബാസിച്ചാ നിക്കണ്ടെന്ന്. ഇജ്ജ് വെറുതെ നോക്കി പേടിപ്പിച്ചൊന്നും വേണ്ട. ഈ ചെമ്മ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. ഇന്ന എന്തിനത്ര ബുദ്ധിമുട്ടി മകനെ കൊണ്ട് പെണ്ണിടിച്ചിരിക്കണത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്താടാ അവിടെ ഒരു വർത്താനം? കൊറേ നേരം അയക്കണല്ലോ. എന്താ ഇമ്മ അത്? ഞങ്ങൾ രണ്ടാളൊരു കാര്യം പറയുന്നു. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയാണോ കേറി വരിക? ഈ മുട്ടിയെ,
ആരുടെ വർത്തനം പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഉണ്ട്. ഇമ്മ തൽക്കാലം നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട. ഇച്ചത് ഇഷ്ടല്ല. ഇത് ഉമ്മക്ക് രണ്ടാക്കും മാത്രം പറയാനുള്ള കാര്യ. ഇമ്മാന്റെ ഈ നിക്കണ മകന് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഒരു പരിഗണന പോലും ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. എല്ലാത്തിനും ഇമ്മ മതി. ഇമ്മ ഇമ്മ ഇമ്മ. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. അതുകൊണ്ട് ഇഞ്ഞെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചാൽ സമ്മതിച്ചൂടെ? നിർത്തടി. അല്ല ആരടി ഞങ്ങള്? ഇഞ്ചിമ്മാന്റെ മൂത്ത് ഇങ്ങനെ പറയാൻ തീരും. അനക്ക് എവിടുന്ന് കിട്ടിയിരിക്കണത്? ഇത് തന്നാടല്ല അങ്ങോട്ട്. വേണ്ട, ഓളൊന്നും കാട്ടണ്ട. ഇന്റെ അടുത്ത് തന്നെയാണ് തെറ്റ്. ഞാൻ ആവശ്യമില്ലാതെ നിങ്ങൾ രണ്ടാളെ കാര്യത്തിൽ ഇടപെട്ടു. അതിൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. ഇപ്പൊ എങ്ങനെണ്ടടി? കണക്കിന് കിട്ടിയില്ല എനക്ക്. ഇതാണ് പറഞ്ഞത്, കണ്ടാലും അറിയാത്തവൻ കൊണ്ടാലും അറിയുന്നു. ഇഞ്ഞെങ്കിലൊന്നും മനസ്സിലായിക്കോ. മക്കളായാലും മരുമക്കളായാലും നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം.